കാർത്തിക പിറന്നാൽ കീർത്തി കേൾക്കുമെന്നാണല്ലോ പൊതുവെ പറയാറുള്ളത്. പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും വളരെയധികം പ്രത്യേകത സൂക്ഷിക്കുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലുമൊക്കെ സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത്രയും നല്ലൊരു നക്ഷത്രത്തിൽ ജനിച്ചിട്ടും നമ്മൾക്ക് കഷ്ടതകളും ദുഃഖങ്ങളും ഭാഗ്യക്കേടുകളും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ദോഷങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ദോഷങ്ങളെന്നും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ തീർച്ചയായും കാർത്തിക നക്ഷത്രക്കാർ പൂർണ്ണമായും കേൾക്കുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് കാർത്തിക നക്ഷത്രത്തെ പൂർണ്ണമായിട്ടൊന്ന് വിശകലനം ചെയ്യാം. കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർ, പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിലും, സൗന്ദര്യബോധമുള്ളവരും സൗന്ദര്യ ആരാധകരുമായിരിക്കും. മാത്രവുമല്ല, ആതിഥേയ മര്യാദ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ സൽക്കരിക്കുന്നതിനും മറ്റുള്ളവർ തങ്ങളെ സൽക്കരിക്കുന്നതും വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഇനി കാർത്തിക നക്ഷത്രത്തെക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കലാ ആസ്വാദകരായിരിക്കും ഇവർ. മാത്രവുമല്ല, കലാപരമായ കാര്യങ്ങളിൽ അതിവൈദഗ്ധ്യം പുലർത്തുന്നവരായിരിക്കും കാർത്തികക്കാരെന്ന് പറയുന്നത്. എപ്പോഴും സ്വന്തമായി പ്രവർത്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്വപ്രയത്നം മൂലമുള്ള നേട്ടങ്ങൾ വളരെയധികം കുറഞ്ഞു കാണുന്നതായിട്ടാണ് പറയുവാനായിട്ടുള്ളത്. മാത്രവുമല്ല, ഒരു സാമാന്യ ജീവിതം, വളരെ സന്തോഷകരമായിട്ട് മനസ്സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതമാണ് കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ആഗ്രഹിക്കുന്നതും. ഇനി കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 പാദങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിനുള്ളത്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗത്തെ മേടം രാശിയിലും രണ്ടാമത്തെ, അതായത് ബാക്കി 3/4 ഭാഗത്തെ ഇടവം രാശിയിലുമാണ് ജ്യോതിശാസ്ത്രത്തിൽ കരുതപ്പെടുന്നത്. ആകയാൽ ഈ 2 രാശിയിൽ പെടുന്നവർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണ് ഉള്ളത്. അതിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം, അതായത് മേടം രാശിയിൽ ജനിച്ചവരുടെ ഫലം പറയാം. മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ കോപവാന്മാരായിരിക്കും. മുൻകോപം ഒരൽപ്പം മുന്നിട്ടിരിക്കുന്നവരാണ്. മാത്രവുമല്ല, സ്വാർത്ഥതയും മുന്നിട്ട് നിൽക്കുന്നു. അതുകൂടാതെ വളരെയധികം സാമർഥ്യമുള്ളവരായി ഇവരെ കരുതാനായി സാധിക്കും. ഉയർന്ന ഒരു ജീവിത നിലവാരമാണ് ഇവർ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതും. ഇനി ഈ മേടം രാശിയിൽ പെടുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതുപോലെ തന്നെ പ്രതികൂല സ്ഥാനത്തുള്ള നക്ഷത്രങ്ങളുമുണ്ട്. അത് ഏതൊക്കെയാണ് എന്നും നോക്കാം. വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായി യാതൊരുവിധ മംഗളകാര്യങ്ങളോ ബിസിനസ്സോ കൊടുക്കൽ വാങ്ങലുകളോ സാമ്പത്തിക ഇടപാടുകളോ ഒന്നും നടത്താതിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഇവ നിങ്ങൾക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇനി ഇടവം രാശിയിൽ പെടുന്നവർ, അതായത് കാർത്തികയുടെ 3/4 പാതി ഇടവം രാശിക്കാരെ കുറിച്ച് പറയാം. ഇടവം രാശിയിൽ പെടുന്നവർ ഏതൊരു കാര്യത്തിനും ഒരൽപ്പം അമിതമായി ആഗ്രഹിക്കുന്ന കൂട്ടത്തിലായിരിക്കും. മറ്റുള്ളവരെക്കാളും ആഗ്രഹം അല്പം മുന്നിട്ട് നിൽക്കുന്ന. മാത്രവുമല്ല, സുഖലോലുപത കൂടുതലായി ആഗ്രഹിക്കുന്നവരാണ് ഇടവം രാശിക്കാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ
പുറമേ കാണുമ്പോൾ വലിയ മനധൈര്യമുള്ളവരായിട്ടൊക്കെ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും മനധൈര്യം വളരെ കുറഞ്ഞവരാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഇടവം രാശിക്കാരെന്ന് പറയുന്നത്. ഇനി ഇടവം രാശിക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടം 4-ാം പാദം, മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ 4-ാം പാദം ഇവയാണ് നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇനി നിങ്ങൾക്ക് വിവാഹ ബന്ധങ്ങൾ നടത്തുവാൻ പാടില്ലാത്തതായിട്ട് കുറച്ച് നക്ഷത്രങ്ങൾ കൂടിയുണ്ട്. മകയിരം, പുണർദം, ആയില്യം ഈ നക്ഷത്രക്കാരുമായി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഏത് രാശിയിൽപ്പെട്ടവരാണെങ്കിലും വിവാഹ ബന്ധങ്ങൾ പാടില്ല. ഇനി കാർത്തിക നക്ഷത്രത്തിൻ്റെ മേടം രാശിയും ഇടവം രാശിയിലും ചേർന്ന് വരുന്ന അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ, അതായത് ഈ അനുകൂല നക്ഷത്രക്കാരുമായി നിങ്ങൾക്ക് വിവാഹബന്ധമോ സംരംഭങ്ങളോ കൊടുക്കൽ വാങ്ങലുകളോ സാമ്പത്തിക ഇടപാടുകളോ ഏതും നടത്തുവാൻ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. മറിച്ച് നിങ്ങൾക്ക് അതിൽ നിന്നും വൻ നേട്ടങ്ങളും ഉണ്ടാക്കി തരുന്നതാണ്. അപ്രകാരമുള്ള അനുകൂല നക്ഷത്രങ്ങൾ ഏതാണ് എന്നൊന്ന് നോക്കാം. കാർത്തിക, ഉത്രം, ഉത്രാടം കാർത്തിക നക്ഷത്രത്തിൻ്റെ അനുകൂല നക്ഷത്രങ്ങളാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർ. ഇനി ഇത്രയും ഭാഗ്യം നിറഞ്ഞൊരു നക്ഷത്രത്തിൽ ഞാൻ ജനിച്ചിട്ടും എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് എപ്പോഴും ഇങ്ങനെ കഷ്ടതകളും ഭാഗ്യക്കേടുകളും ഒക്കെ വരുന്നത് എന്ന് ഈ വീഡിയോ കാണുന്ന നിമിഷത്തിൽ പോലും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. എന്നാൽ ഇത്രയേറെ ഭാഗ്യം നിറഞ്ഞ ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടും നിങ്ങളിപ്പോഴും വിഷമത്തിലാണ്, കഷ്ടതയിലും ദുരിതത്തിലുമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിന് കാരണവുമുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇപ്പോഴത്തെ എല്ലാവിധ വിഷമങ്ങളും മാറി ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും ഒക്കെ നിറഞ്ഞ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ നക്ഷത്രത്തിൽ ചില ദശാപഹാര കാലങ്ങളുണ്ട്. ഈ സമയത്താണ് നമ്മൾക്ക് ഭാഗ്യക്കേടുകളും തടസ്സങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിന് പൊതുവായിട്ടുള്ള ദശാപഹാരങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. കുജൻ, വ്യാഴം, ബുധൻ, അതായത് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ദശാപഹാര കാലങ്ങൾ കാർത്തിക നക്ഷത്രത്തിനുണ്ട്. അത് മനസ്സിലാക്കി യഥാക്രമം പരിഹാരങ്ങൾ ചെയ്തിരിക്കണം. നോക്കാം ഓരോ പരിഹാരങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളത്. കുജന്റെ ദോഷത്തിന് അഥവാ ചൊവ്വയുടെ ദശാപഹാര കാലമാണ് എന്നുണ്ടെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർ ഭജിക്കേണ്ടുന്ന ദേവൻ മുരുകനാണ്. മുരുക ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. വീടിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും മുരുക ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും പോയി ഭഗവാനെ ദർശനം നടത്തി പ്രാർത്ഥിച്ചു കൊള്ളുക. ഭഗവാൻ നിങ്ങളുടെ കുജദോഷം മാറ്റിത്തരുന്നതായിരിക്കും. ഇനി വ്യാഴദോഷ പരിഹാരം, അതായത് വ്യാഴത്തിൻ്റെ ദശാവതാര കാലമാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ വ്യാഴദോഷത്തിനായി നമ്മൾ ഭജിക്കേണ്ടുന്ന ദേവൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിനെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വീടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. ഇനി വീടിന് തൊട്ടടുത്ത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങൾ ഇല്ലെങ്കിലോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാന്റെ ദശാവതാരങ്ങളിൽ പെടുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിച്ചാലും മതിയാകും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മറക്കരുത്. മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും നിങ്ങളെ വ്യാഴത്തിൻ്റെ ദശാവതാരത്തിലെ ദോഷങ്ങളിൽ നിന്നെല്ലാം ഭഗവാൻ മാറ്റി നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ബുധന്റെ ദശാവതാര കാലമാണ് എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഭജിക്കേണ്ടത്.
ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും ഭഗവാനെ മനസ്സുരുകി വിളിച്ചുള്ള പ്രാർത്ഥനയും വളരെയധികം നിങ്ങൾക്ക് ബുധദോഷകാലത്തെ എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും അകറ്റി ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുമാത്രവുമല്ല, കാർത്തിക നക്ഷത്രത്തിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ മുരുക ഭഗവാനെ പറഞ്ഞപ്പോൾ മുരുക ഭഗവാനെ പോറ്റി വളർത്തിയത് കാർത്തിക ദേവിമാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുരുക ഭഗവാന്റെ ഒരു കടാക്ഷം നേടിയ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. അതുപോലെ തന്നെ സാക്ഷാൽ ഭഗവാൻ പരമശിവന്റെ കടാക്ഷം നേടിയ നക്ഷത്രമാണ് കാർത്തിക. പ്രത്യേകിച്ചും കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ശിവഭഗവാന്റെ കടാക്ഷമുണ്ട്. ഭഗവാന്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് എന്താണ്, ഭഗവാനെയും വിളിച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും ഭഗവാൻ തുണയായി കൂടെയുണ്ട്. ഇനി ദേവി, അതായത് സാക്ഷാൽ ഭഗവതിയുടെ നക്ഷത്രമാണ് കാർത്തിക. അതുകൊണ്ട് തന്നെ ദേവീ കടാക്ഷം വേണ്ടുവോളമുള്ള നക്ഷത്രമാണ്. ഭഗവതിയെയും എപ്പോഴും മുറുകെ തന്നെ പിടിച്ചുകൊള്ളുക. അമ്മ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. സർവ്വവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും തന്നെ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. അപ്പോൾ ഇത്രയും ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ സംരക്ഷണം നേടിയിട്ടുള്ള നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദൈവങ്ങളെയും പറയുന്ന എല്ലാ ദേവന്മാരെയും ദേവിമാരെയും പ്രീതിപ്പെടുത്തി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എല്ലാ തടസ്സങ്ങളും മാറി ഐശ്വര്യവും വിജയവും ജീവിതത്തിൽ ഉണ്ടാകും. ഇനി എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എന്താണ്, ഓരോ നക്ഷത്രക്കാർക്കും നക്ഷത്രാധിപനുണ്ട്. കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ച് അഗ്നിയാണ് നിങ്ങളുടെ നക്ഷത്ര ദേവൻ എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യർ ഒരിക്കലും ഈ അഗ്നിദേവനെയൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല, അല്ലേ? എന്നാൽ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ തീർച്ചയായും അഗ്നിദേവനെ ഇനി മുതൽ വിളിച്ച് പ്രാർത്ഥിക്കണം. മൂലമന്ത്രം ഇതാണ്, ഓം ആഗ്നേയ നമഃ. ഈ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് അഗ്നിദേവനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അഗ്നിദേവന്റെ എല്ലാ കടാക്ഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അഗ്നിദേവന്റെ ഒരു പ്രഭാവലയത്തിൽ തേജസ്സോടെ ജ്വലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാനായി സാധിക്കും. ഇതുകൂടാതെ ആദിത്യദേവന്റെ, അതായത് സൂര്യദേവൻ നക്ഷത്രാധിപനാണ് നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുക, ആദിത്യ മന്ത്രജപം നടത്തുക. അതുപോലെ തന്നെ ഐശ്വര്യ പൂജയൊക്കെ ക്ഷേത്രങ്ങളിൽ നടത്തുന്നതും നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ടുതരുന്നതാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് വളരെയധികം ദേവീ ദേവന്മാരുടെ കടാക്ഷങ്ങൾ നേടിയ ഭാഗ്യ നക്ഷത്രം തന്നെയാണ്, അല്ലേ? എന്നിട്ടും നമ്മൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറുന്നതിന് വേണ്ടിയാണ് ഇത്രയും പരിഹാരങ്ങൾ പറഞ്ഞത്. ഈ ദോഷപരിഹാരങ്ങൾ യഥാക്രമം നമുക്ക് ഏതാണോ ദശാപഹാരകാലം ആ കാലത്തിൽ അതാത് ഭഗവാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് അമ്പലങ്ങളിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിച്ച് മനസ്സുരുകി വിളിച്ചാൽ അതൊക്കെ തന്നെ തടസ്സങ്ങളും മാറിക്കിട്ടും. പിന്നെ എപ്പോഴും നിങ്ങൾ ശിവഭഗവാനെയും ഭഗവതിയെയും മനസ്സിൽ ധ്യാനിക്കുക. അഗ്നിദേവനെയും ആദിത്യനെയും കൂടി ഒന്ന് സ്മരിച്ചു കൊള്ളുക. ഇത്രയുമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവന്മാരെ ദേവിമാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഇനി കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ അസുരഗണമാണ്. മാത്രവുമല്ല പക്ഷി പുള്ളാണ്, മൃഗം ആടാണ്. ഇനി ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു മൃത്യുഞ്ജയാർച്ചനയും കൂടി നടത്തുന്നതും കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. ഇത് കൂടാതെ പറയുവാനായിട്ടുള്ളത് നിങ്ങളുടെ ഭാഗ്യ നിറത്തെ പറ്റിയാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴോ തടസ്സം നേരിട്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നടത്തുവാൻ ഇറങ്ങുമ്പോഴോ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മംഗളകാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴോ ഒക്കെ നിങ്ങൾ ധരിക്കേണ്ടത് എപ്പോഴും നിങ്ങളുടെ
ഭാഗ്യ നക്ഷത്രമായിട്ടുള്ള ചുവപ്പ്, കാവി എന്നിവയാണ്. ഇതിലേതെങ്കിലും ഒരു നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ പകുതിയോളം നിങ്ങളുടെ ഭാഗ്യം അവിടെ നിങ്ങളെ തുണയ്ക്കുന്നതാണ്. ഇനി എന്താണ്? വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളിലും നിങ്ങൾക്ക് ധൈര്യമായി ഈ പറയുന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. വളരെ ഐശ്വര്യമായിരിക്കും നിങ്ങൾക്ക് അതുവഴി ലഭിക്കുക എന്നുള്ളത്. ഇത്രയുമാണ് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവായി പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. ഇതുകൂടാതെ തന്നെ ഈ പറയുന്ന ദശാപകാര കാലത്തെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് യഥാക്രമം ആ ദേവന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചത് വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായും ദയവായി വന്ന് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ താഴെ. അത് മറ്റുള്ള കാർത്തിക നക്ഷത്രക്കാർക്കും കൂടി ഉപകാരപ്രദമായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർക്കും കൂടെ വളരെയധികം നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേളയിൽ ഇത് മറ്റുള്ളവർക്കൊരു ഒരു പ്രചോദനം നൽകും, ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കും, അവർക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. അപ്പോൾ ഇത്രയുമാണ് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാനുള്ളത്. രോഹിണി നക്ഷത്രത്തിൻ്റെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോയുമായി നമ്മൾക്ക് ഉടനെ തന്നെ കാണാം. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.